ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു വ്ളോഗ് എടുക്കാം, നമുക്ക് ഈ കൂട്ടത്തിലൊരു വ്ളോഗും കൂടി എടുത്തിട്ടേക്കാം. അപ്പോൾ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. എനിക്ക് 10 പറയാനുണ്ട് എന്ന് പറഞ്ഞ പോലെ എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. നമ്മൾ പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ റെസിപ്പിയല്ല, ഞാൻ കുക്കിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആളെയല്ല. അപ്പം നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയും യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. അതുകൊണ്ട് റെസിപ്പി ഒന്നും ഷെയർ ചെയ്യാൻ മാത്രം എനിക്കറിയില്ല, കാരണം അത് ഓൾറെഡി അവരുടെ ചാനലിലുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ മസാല ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോൺസ് അധികം ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒരു ട്രയലാണല്ലോ. വലിയ റിസ്ക് ഒന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് എടുത്തേക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ വെക്കുന്നുണ്ട്, റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു 30 മിനിറ്റ്സ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് സവാള അരിഞ്ഞ് വയ്ക്കാം. കമോൺ. ഞാൻ ജസ്റ്റ് ഒരു 3 സവാളയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് തക്കാളി ആവശ്യമുണ്ട്, പച്ചമുളക് ആവശ്യമുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസൊക്കെ അതൊക്കെ റെഡിയാക്കി വെക്കണം. അത് ഈ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പ് ഇങ്ങനെ ആക്കിയിട്ടുള്ള ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് വെജിറ്റബിൾസ് കാണിക്കണു, ഇങ്ങനെയാക്കണു. പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് എല്ലാം കട്ടായിട്ടുള്ള ആ സംഭവമാണ്. കട്ട് ചെയ്തിട്ടെല്ലാം നീറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അത് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മളെ കൊണ്ട് അതൊന്നും പറ്റില്ലടോ. ഭയങ്കര കഷ്ടപ്പാടാണ്. സോ ഐ തോട്ട് ഇങ്ങനെ തന്നെ എടുക്കാം, ഇതായിരിക്കും നല്ലത്. ഇതിപ്പോൾ വിഷ്ണു ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വിഷ്ണു ഉണ്ടെങ്കിൽ വിഷ്ണു നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, വിഷ്ണു നന്നായിട്ട് കുക്ക് ചെയ്യും, എല്ലാം ചെയ്യും. ഇറ്റ്സ് ഓക്കെ. നമ്മൾ വിഷ്ണു വന്നിട്ട് കഴിക്കാൻ കൊടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒന്നും ഈ കട്ടിംഗ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല. ചില ആൾക്കാർക്ക് ക്ലീനിങ് ആയിരിക്കും, ചില ആൾക്കാർക്ക് കുക്കിംഗ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഒന്നും ഇഷ്ടമുണ്ടാവില്ല. പണ്ടൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ, ഒന്നും ഇഷ്ടമില്ലായിരുന്നു. ഇപ്പം പക്ഷെ ഇഷ്ടമാണ്, കുറേയൊക്കെ ഇഷ്ടമാണ്. പാൻ ചൂടായിട്ട് നമ്മൾ അതിലേക്ക് നെയ്യും ആഡ് ചെയ്യണം, പിന്നെ ഓയിലും ആഡ് ചെയ്യണം, രണ്ടും ആഡ് ചെയ്യണം. മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ, ബിക്കോസ് ഇതൊരു കുക്കിംഗ് ചാനലല്ല. അതുകൊണ്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആഡ് ചെയ്യാണ്. ഈ എണ്ണ ചൂടായിട്ട് വേണം നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാൻ. പിന്നെ വേണം ഇപ്പം കട്ട് ചെയ്ത് വെച്ച സവാള. പിന്നെ സവാള ഒന്ന് വാടിയ ശേഷം വേണം നമുക്ക് തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പച്ചമുളക് ഇത്രയും ആഡ് ചെയ്തിട്ട് അതിലേക്ക് മസാല ആഡ് ചെയ്യുന്നു. പിന്നെ പ്രോൺസ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലോ, അത് ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ എന്നൊക്കെ വിചാരിക്കും. എനിക്ക് പറഞ്ഞാൽ ഈ പണ്ട് തൊട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. തീരെ ഇഷ്ടമേ ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ട് മാറും. ചില കാര്യങ്ങൾ അങ്ങനെ ഒരു കാര്യമാണ്. ഇപ്പം ഭയങ്കര ഫേവറേറ്റ് എന്നല്ല, ഇഷ്ടമാണ്, എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ പല കാര്യങ്ങളും ഞാൻ പണ്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സാഹചര്യം കൊണ്ടെന്നല്ല, നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എങ്ങനെയോ അതങ്ങ് ഇഷ്ടമാകും. ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യം തോന്നും. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെയ്യില്ല എന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ള കാര്യം പിന്നീട് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ അയ്യോ അത് കഷ്ടമാണല്ലോ എന്ന് ആലോചിച്ച് ചെയ്യുന്നതല്ല, കൊണ്ട് തന്നെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ.
ഇനി ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ എനിക്ക് ഒന്ന് മറ്റേ നിങ്ങൾ ഷമീസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു ചാനലുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ മലയാളീസൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ചാനലാണ്. ആ ചാനലിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ആ റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണം എന്നുള്ളവർ അതിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇത് സക്സസ് ആവും എന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. പിന്നെ അവർ പറഞ്ഞ പോലെ എക്സാക്ട്ലി അല്ല ഞാൻ ക്വാണ്ടിറ്റി ഒന്നും എടുത്തേക്കണേ, അതുകൊണ്ട് ചിലപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ വരുമായിരിക്കും. അതുപോലെ പെർഫെക്ഷനിൽ ആക്കുന്നൊന്നുമില്ല. നമുക്കൊരു തട്ടിക്കൂട്ടൽ സംഭവമാണ് ഇത് നല്ലത്. എനിക്കതാണ് ഇഷ്ടം. അപ്പം ഇതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൈസ് ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു റൈസ്. എന്നിട്ട് ലാസ്റ്റ് ജസ്റ്റ് രണ്ടും കൂടി ഒന്നിച്ച് ദം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്യുന്ന പരിപാടി നോക്കാം കേട്ടോ. ഇതിലേക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാണ്. എനിക്ക് ഈ ബസ്മതി റൈസാണ് കൂടുതൽ ഇഷ്ടം. പണ്ട് ഞാൻ ബാംഗ്ലൂരിലുള്ള സമയത്ത് ഈ ഹൈദരാബാദി ബിരിയാണി ഉണ്ടല്ലോ, അതിനെപ്പോഴും ഈ ബസ്മതി റൈസാണല്ലോ. അപ്പോൾ കൂടുതലും അതായിരുന്നു ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തെ എൻ്റെ വിചാരം ശരിക്കും ഹൈദരാബാദി ബിരിയാണി അതാണെന്നാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ശരിക്കുള്ള ഹൈദരാബാദി ബിരിയാണി വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണെന്നുള്ള കാര്യം. എന്നെപ്പോലെ ഹൈദരാബാദി ബിരിയാണി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ. ഇതിലേക്ക് ഇത്തിരി എണ്ണയും കൂടി ഒഴിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഉപ്പിട്ട് നോക്കാം. അടുത്തത് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ദം ചെയ്യാൻ വേണ്ടി ഒരു ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ ചുമ്മാ പറയണമെന്നേ ഉള്ളൂ കേട്ടോ.
എന്ത് ബിരിയാണിയാ? ഉണ്ട് എന്ത് ബിരിയാണിയാ? പ്രോൺസ്. ചെമ്മീനാ? പ്രോൺസ് അല്ല, പ്രോൺസ്. പ്രോൺസ്. ഓക്കെ. എപ്പടി ഇருக்கு? ബേസ്റ്റാവുക, ഫ്ലേവേഴ്സൊക്കെ ബേസ്റ്റാവുന്നുണ്ട്. ആദ്യമായിട്ടാണ് ചെമ്മീൻ ബിരിയാണി കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബാക്കി ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ചെമ്മീൻ ബിരിയാണി ആദ്യമായിട്ട്. ഇഷ്ടായോ? ഓ, ഡേ ഉണ്ടായിക്കോ. സംഭവം കൊള്ളാം. അപ്പൊ ഇവരോടൊരു ബൈ പറ. ബായ ശരിക്കൊരു ഇത് പറ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആണോ? ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്.